അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പവിത്രമായ അസ്മാഉൽ ഹുസ്നയിലെ രണ്ടാമത്തെ ഇസ്മായ യാ റഹ്മാനു ജലാലു എന്ന ദിക്റാണ് നമുക്ക് ചൊല്ലാനുള്ളത്. പരമകാരുണികനായ അള്ളാഹുവേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. വിശാലമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുനിയാവ് നിലനിൽക്കുന്നത് തന്നെ ഈ ഇസ്മിൻ്റെ അർത്ഥതലങ്ങളിലാണ്. ഈ ദുനിയാവിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന അതേ സുഖങ്ങളും സൗകര്യങ്ങളും, ചിലപ്പോൾ അതിലുപരി തന്നെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അവൻ പറയുന്നത് അനുസരിക്കാതെ ജീവിക്കുന്ന ആളുകൾക്കും ലഭിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ്, അവൻ്റെ പരിഗണന കൊണ്ട് ഒന്ന് മാത്രമാണ് ലഭിക്കുന്നത് എന്ന ചിന്ത നമുക്കുണ്ടാകണം. ഈ ഇസ്മ ഒരാൾ എല്ലാ നിസ്കാര ശേഷവും 100 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ മറവി രോഗവും അതുപോലെ തന്നെ അശ്രദ്ധയുമൊക്കെ ഒരാളിൽ നിന്ന് വിട്ട് അകന്നു പോകുന്നതാണ് എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ നമ്മളോടൊരാൾ ശത്രുത വെച്ച് നടക്കുന്നുണ്ട്, നമ്മളോട് വെറുപ്പ് വെച്ച് നടക്കുന്നുണ്ട്. അവൻ്റെ ശത്രുത ഇല്ലാതാകാൻ വേണ്ടി 2 റക്അത്ത് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി സുന്നത്ത് നിസ്കരിക്കുകയും അതിനുശേഷം ആ നിസ്കാര സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ 4000 തവണ യാ റഹ്മാനു യാ അല്ലാഹ് അല്ലെങ്കിൽ യാ റഹ്മാനു ജല്ല ജലാലു എന്ന ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് എതിരെയുള്ള ആളുടെ ശത്രുതയിൽ നിന്ന് അല്ലെങ്കിൽ വെറുപ്പിൽ നിന്ന് അവനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതാണ് എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്മിൻ്റെയും അസ്മാഉൽ ഹുസ്നയുടെയും ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മുടെ ആഖിറത്തിലും അള്ളാഹു തആല നമുക്ക് ഇസ്സത്ത് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.